എന്താണ് ഫണ്ടിങ് ഫേം അല്ലെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട്? നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന സ്ഥിരമായ ഡൗട്ടുകളൊന്നാണ് ഫണ്ടിങ് ഫേംസിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി. ഫണ്ടിങ് ഫേം പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ കയ്യിൽ ട്രേഡ് ചെയ്യാനുള്ള ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഫേംസ് അല്ലെങ്കിൽ ഒരു കമ്പനി അവർ നമുക്ക് ട്രേഡ് ചെയ്യാൻ ആവശ്യമായ ഫണ്ട് തരും. പക്ഷേ അതിന് നമ്മൾ ചെറിയ ഫീസ് കൊടുക്കണം. ഇപ്പോൾ എക്സാമ്പിൾ, ഞാനൊരു ഫണ്ടിങ് ഫേമാണ് അല്ലെങ്കിൽ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ആണ് ഞാൻ നിങ്ങൾക്കൊരു $5000 അക്കൗണ്ട് അല്ലെങ്കിൽ $5000 ക്യാപിറ്റൽ നിങ്ങൾക്ക് തരും ട്രേഡ് ചെയ്യാൻ വേണ്ടി. പക്ഷേ നിങ്ങളതിന് എനിക്കൊരു ചാർജ് തരേണ്ടതുണ്ട്. ഏകദേശം $30 ഞാൻ വാങ്ങുന്ന ഫീസ്. ഒരു $30 കൊണ്ട് നിങ്ങൾക്ക് ഒരു $5000 അക്കൗണ്ട് പർച്ചേസ് ചെയ്യാം. പക്ഷേ ആ അക്കൗണ്ട് റിയൽ ആയിരിക്കില്ല, ഡെമോ ആയിരിക്കും. അത് റിയൽ ആവണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 2 ചലഞ്ച് തരും, phase 1 ആൻഡ് phase 2. അതിൽ phase 1ൻ്റെ റൂൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ $5000 അക്കൗണ്ട് നിങ്ങളൊരു 10% അക്കൗണ്ട് പ്രോഫിറ്റിൽ എത്തിക്കണം. പക്ഷേ പ്രോഫിറ്റിൽ എത്തിച്ചാൽ മാത്രം പോരാ, അതിന് ഞാൻ 2 റൂള് വേറെ വെച്ചിട്ടുണ്ട്. ഡെയിലി ലോസ് 5% താഴെയും മാക്സിമം ലോസ് 10% താഴെയും ആകാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അക്കൗണ്ട് വയലേറ്റ് ആവും. അതിൻ്റെ കൂട്ടത്തിൽ വേറെ റൂൾ ഞാൻ വെക്കുന്നുണ്ട്, ന്യൂസ് ടൈമിൽ ട്രേഡ് എടുക്കാൻ പാടില്ല. ഈ 3 റൂളും പാലിച്ചുകൊണ്ട് നിങ്ങൾ $5000 ഒരു 10% അപ്പ് എത്തിച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സെക്കൻഡ് ഫേസിലോട്ടുള്ള ആക്സസ് തരും. സെക്കൻഡ് ഫേസിലും ഈ സെയിം ക്രൈറ്റീരിയ ഉള്ളത്, പക്ഷേ ഞാൻ പ്രോഫിറ്റ് ഗെയിൻ്റെ കാര്യത്തിൽ 5% കുറച്ചു. അതായത് $5000 അക്കൗണ്ട് നിങ്ങൾ 5% ആയി കഴിഞ്ഞാൽ, ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ലൈവ് ആക്കാം. പക്ഷേ ഡെയിലി ലിമിറ്റും മാക്സിമം ലിമിറ്റും ന്യൂസ് ട്രേഡിങ്ങും ഞാൻ അവിടെ റൂൾ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഈ 3 റൂൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ 5% അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഫേസും പാസ്സാക്കാം. അപ്പോൾ ഈ ഫണ്ടഡ് ഫേംസ് നമുക്ക് ഈ ഫണ്ടിങ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ക്യാപിറ്റൽ തരുമ്പോൾ അവർക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? വേറെ ഒന്നുമില്ല, നമ്മൾ ഫണ്ടഡ് അക്കൗണ്ട് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡിനും അവർ നിശ്ചിത കമ്മീഷൻ പോകുന്നുണ്ട്. അതായത് ഓരോ ലോട്ടിന് $3 മുതൽ $7 വരെ കമ്മീഷൻ പോകും. അത് ഓരോ ഫേമിൻ്റെ അനുസരിച്ചിരിക്കും. അതുപോലെ സോപ്പ് ചാർജ് വരും. നിങ്ങൾ നൈറ്റ് ട്രേഡ് ഹോൾഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓരോ ട്രേഡിനും സോപ്പ് ചാർജ് വരും. പിന്നെ മാത്രമല്ല, നിങ്ങൾ ആ മന്ത്ലി പ്രോഫിറ്റബിൾ ആണെങ്കിൽ ഒരു 85 മുതൽ 90% നിങ്ങൾക്ക് കമ്പനി തരുള്ളൂ. വിഡ്രോളിൻ്റെ സമയത്ത് ബാക്കി 50 മുതൽ 10% വരെ കമ്പനിക്കായിരിക്കും ഷെയർ പോകുന്നുണ്ടാവുക. ഈ 3 കാര്യങ്ങളാണ് കമ്പനി ലാഭത്തിലാവുള്ള കാരണം. പിന്നെ അത് മാത്രമല്ല, വേറൊരു കാര്യം കൊണ്ട് സ്പ്രെഡ്. ഓരോ ഫണ്ടഡ് ഫേമിലും വ്യത്യസ്ത സ്പ്രെഡാണുള്ളത്. അപ്പോൾ ഈ സ്പ്രെഡും കമ്പനിക്ക് ലാഭത്തിലാവുള്ള ഒരു കാരണമാണ്. പിന്നെ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ഫണ്ടിങ് ഫേംസ് ഉണ്ട്. അതായത് കുറേ പേരുണ്ട്, പേരെടുത്ത് പറയുന്നതിൽ ഒരുപാടുണ്ട്. പക്ഷേ മാർക്കറ്റിൽ 2 വർഷം മുതൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഫേമേ ഉള്ളൂ. പക്ഷേ നിലവിൽ കുറേ ഫേം പെട്ടെന്ന് വരും. അതുപോലെ നിങ്ങൾക്ക് 50% ഓഫിൽ ഫണ്ടഡ് അക്കൗണ്ട് തരും. അങ്ങനെ വാഗ്ദാനങ്ങൾ തന്നിട്ട് ഫണ്ടഡ് അക്കൗണ്ട് എടുപ്പിക്കും. ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞാൽ പൂട്ടി പോകുന്ന സാഹചര്യം ഇവിടെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഫേംസ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പൂട്ടി പോയിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഏകദേശം 3-4 ഫണ്ടിങ് ഫേംസ് വർഷങ്ങളായിട്ട് ട്രസ്റ്റബിൾ ആയിട്ട് പേ ഔട്ട് കൊടുത്തിട്ട് മാർക്കറ്റിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഫണ്ടിങ് ഫേംസിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ തന്നെ മുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഫണ്ടിങ് ഫേംസിനെ കുറിച്ച് വല്ല എക്സ്ട്രാ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കുക. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും.